നമസ്കാരം. വയലാർ രാമവർമ്മ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും എസ്.എൽ.പുരത്തിൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു ജീവിതത്തിലേക്ക് തിരിക്കുന്ന കാലഘട്ടത്തിൽ കവിതകളെല്ലാം എഴുതി നോക്കി, പാദമുദ്രയെല്ലാം പ്രസിദ്ധീകരിച്ചെങ്കിലും വലിയ വരുമാനം ജീവിതത്തിലേക്കൊന്നും കിട്ടിയില്ല. പിന്നെ അദ്ദേഹം വിചാരിച്ചു കഥ എഴുതിയാൽ എന്താണെന്ന്. കഥ എഴുതി പല പ്രസിദ്ധീകരണങ്ങൾക്ക് അയച്ചു കൊടുത്തു. അതും വലുതായിട്ട് ജീവിത മാർഗത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചില്ല. സാമ്പത്തികമായ വരുമാനങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത് നാടകത്തിൽ അഭിനയിച്ചാൽ എന്താണെന്നുള്ളത്. നാടകത്തിൽ അഭിനയിച്ച് ജീവിതത്തിലേക്ക് ഉള്ള പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വയലാറിലെ നവസാഗതി വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് ടി.എൻ. ഗോപിനാഥൻ നായരുടെ അകവും പുറവും എന്ന നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. തെറ്റില്ലാത്ത രീതിയിലുള്ള പ്രശംസകളെല്ലാം ഏറ്റുവാങ്ങി. എന്നാലും അങ്ങനെ അത് വീണ്ടും നീണ്ടുപോയി. പക്ഷേ വേറൊരു സുപ്രധാന ചാൻസ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അവിടെ ചേർത്തലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു മഹാസമ്മേളനം നടക്കുന്നു. സഖാവ് EMS, A.K. ഗോപാലൻ, കുമാരപ്പണിക്കർ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാം പങ്കെടുക്കുന്ന ആ നാടകത്തിന് ശേഷം എസ്.എൽ.പുരത്തിൻ്റെ ചെങ്കൊടി ഉയരുന്നു, എസ്.എൽ.പുരത്തിൻ്റെ ചെങ്കൊടി ഉയരുന്നു എന്നുള്ള നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ നാടകം തുടങ്ങുമ്പോൾ തന്നെ ഒരു പഴയ ബെഞ്ചിൽ ഒരു പഴയ പുതപ്പും പുതച്ചുകൊണ്ട് ഒരു പടുവൃത്തൻ കൊതുകിനെ ഓടിച്ച് ജീവിതത്തെക്കുറിച്ച് പ്രായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നല്ല അഭിനയം. പക്ഷെ ആരാന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. നാടകം കഴിഞ്ഞ് ആണ് എല്ലാവരും തിരിച്ചറിയുന്നത് അത് രാഘവപ്പറമ്പിലെ കുട്ടനായിരുന്നു. രാഘവപ്പറമ്പിലെ കുട്ടന് ഏറ്റവും നല്ല പ്രോത്സാഹനം കിട്ടിയ ഒരു നാടകമായിരുന്ന എസ്.എൽ.പുരത്തിൻ്റെ ചെങ്കൊടി ഉയരുന്നു. അതിനുശേഷം അദ്ദേഹം P.J. ആന്റണിയുടെ പൊതുശത്രുക്കളിലും വൃത്തനായിട്ട് അഭിനയിച്ചു. അങ്ങനെ നാടക രംഗത്തും പിടിച്ചു നിന്നില്ല. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉയർച്ച ചലച്ചിത്ര മേഖലയിൽ വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാം.